നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുത്തു. വിവാദത്തിനിടയാക്കിയ ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ടു പോകാൻ നഗരസഭ. പാലക്കാട് എംഎൽഎയുടെ കാലുവെട്ടണമെന്ന പരാമർശം ബിജെപി നടത്തിയിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഇത്തരമൊരു പരാമർശം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ഹാജരാക്കാൻ കഴിയുമോ എന്നും വെല്ലുവിളി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എംഎൽഎ ശ്രമിക്കുന്നതെന്നും എംഎൽഎ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും പ്രശാന്ത് ശിവൻ. ചെർപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചുകയറിയ അപകടത്തിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കുപറ്റി. മലപ്പുറം തിരൂർ സ്വദേശി തക്സിലാണ് മരിച്ചത്. സംഭവം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ. ശിഷ്യരോടുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യ-അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പി കൃഷ്ണദാസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ വിവാദത്തിനിടയാക്കിയ ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. പ്രശ്നപരിഹാരത്തിനായി പോലീസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും കോൺഗ്രസ് ആദ്യം വിട്ടുനിന്നു. പോലീസിന്റെ ആവശ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ അംഗീകരിച്ചുവെന്നും പിന്നീട് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അനുകൂല പ്രതികരണം നടത്തിയെന്നും ഡിവൈഎസ്പി അറിയിച്ചു. എംഎൽഎ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ബിജെപി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ആദ്യഘട്ടത്തിൽ കേസെടുത്തു. എന്നാൽ ബിജെപി പലതവണയായി തനിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നു. രാഹുലും കോൺഗ്രസും ഇരവാദം ഉന്നയിക്കുകയാണെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തതായി ഡിവൈഎസ്പി പറഞ്ഞു. സിപിഎം ബിജെപി പ്രതിനിധികൾ യോഗത്തിൽ പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അതായത് നഗരത്തിൽ സംഘർഷമുണ്ടാക്കുന്ന നടപടികളോട് സിപിഎമ്മിന് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. ഇവിടെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കണം, ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കണം. ജീവനക്കാരാണ്. അപ്പോൾ ഓഫീസുകളിലേക്ക്, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ബിജെപി ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി. അതുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ബിജെപി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. അതുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും പാർട്ടി ഓഫീസുകളിലേക്ക് നടക്കുന്ന മാർച്ചുകൾ ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നേതൃത്വം നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുണ്ടാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് അതിൽ പറയാത്ത വാക്കുകൾ പറഞ്ഞുവെന്നും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും പിന്നീടെത്തിയ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും അനുകൂല സമീപനമുണ്ടായി എന്നും പോലീസ് പറഞ്ഞു. അതിനിടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൽകിയ ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭാ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എതിർപ്പ് ഭയന്ന് RSS നേതാവിന്റെ പേരിലുള്ള പദ്ധതി മാറ്റില്ലെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനുള്ള മാതൃകാപരമായ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നത് എന്നും കൃഷ്ണദാസ് പറഞ്ഞു. RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ കെട്ടിടം വരുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഭിന്നശേഷി കുടുംബക്കാരോട് മാപ്പ് പറയുകയാണ് രാഹുൽ മാങ്കുട്ടും സന്ദീപ് വാര്യരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ പദ്ധതിയുമായിട്ട് പിന്നോക്കം പോകേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. 275 ഭിന്നശേഷി കുടുംബങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ പദ്ധതി വരുമെന്നും കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും കേരളത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അത് നടക്കില്ല. എന്ത് എതിർപ്പ് വന്നാലും ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ അത് നടപ്പിലാക്കും. പാലക്കാട് നഗരസഭയിൽ ഒരു വികസനവും പാടില്ലെന്ന നിലപാടാണ് കുറെക്കാലമായി കോൺഗ്രസ് എടുക്കുന്നത്. അതിനെ മറികടന്നാണ് ബിജെപിയുടെ ഭരണസമിതി മുന്നോട്ടു പോകുന്നത്.
ആ നിലപാട് തുടരുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസിനോടും പ്രത്യേകിച്ച് ഇന്നലെ സമരമൊക്കെ നയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, സന്ദീപ് വാര്യർ, ഇവരോടൊക്കെ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ഏതാണ്ട് 500 പഞ്ചായത്ത്, ഒട്ടനവധി മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇതെല്ലാം നിങ്ങൾ ഭരിക്കുന്നില്ലേ? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം, അവരുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും തുടങ്ങാൻ സാധിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അപ്പോൾ പാലക്കാട് ഇത്തരത്തിൽ നൂതനമായ പദ്ധതികൾ വരുന്ന സമയത്ത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നല്ല ഒരു പദ്ധതി വരുന്ന സമയത്ത് ഇത് എങ്ങനെ മുടക്കാമെന്നുള്ള ഒരു പഠനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് MLAയുടെ കാലുവെട്ടണമെന്ന പരാമർശം BJP നടത്തിയിട്ടില്ല എന്നും ഇത്തരത്തിൽ ഒരു പരാമർശം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ഹാജരാക്കാൻ കഴിയുമോ എന്നും BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചോദിച്ചു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് MLA എന്നും ഇതിന് പൊതുജനങ്ങളോട് MLA മാപ്പ് പറയണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. പാലക്കാട് MLA പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് MLAക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ്. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ആണ് MLA രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത്. കൊലവിളി പ്രസംഗത്തിന്റെ പേരിൽ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പോലീസ് ജീപ്പിൽ നിന്ന് പ്രതിയെ വലിച്ചിറക്കിയ കുറ്റത്തിന് പാലക്കാട് MLAക്കെതിരെ പോലീസ് കേസെടുക്കണം. ഭിന്നശേഷി വിഭാഗക്കാരെ അപമാനിച്ചതിനും MLA മാപ്പ് പറയണം. അതുവരെ പ്രതിഷേധങ്ങൾ തുടരും. നൂറുകണക്കിന് തദ്ദേശ സ്ഥാപനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അവിടെ ഒരിടത്തും ഭിന്നശേഷിക്കാർക്ക് ഒരു നൈപുണ്യ വികസന കേന്ദ്രം ഇവർ കൊണ്ടുവന്നിട്ടില്ല. ഇത് മറച്ചുവെക്കാനാണ് ഹെഡ്ഗേവാറിന്റെ പേരിനെ ചൊല്ലി കോൺഗ്രസ് പദ്ധതി എതിർക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനം ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. പദ്ധതിക്ക് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ യാതൊരു നിയമവിരുദ്ധതയുമില്ല എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പേരിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമുള്ളവർ കോടതിയിൽ പോയാൽ പോലും അത് വിജയിക്കില്ല എന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുവാൻ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അവർ പേരിനെ അല്ല എതിർക്കുന്നത്. അവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വികസനത്തെ അട്ടിമറിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം എന്ന് പറയുന്നത്. ഇതിലൊരു നിയമവിരുദ്ധതയുമില്ല. ഈ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തന്നെ നിയമ പോരാട്ടം നടത്തിയാലും അതിൽ 1% പോലും നിയമവിരുദ്ധതയില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെർപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മറ്റു 4 പേർക്ക് പരിക്കുപറ്റി. മലപ്പുറം തിരൂർ സ്വദേശി തക്സിലാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്നയാളാണ് മരിച്ചത്. തിരൂർ ചമ്രവട്ടം സ്വദേശി 20 വയസ്സുള്ള തഹസിലാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂർ സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിന് പുറത്തെ ചായ കുടിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തിരൂർ ചമ്രവട്ടം വാഗയിൽ വീട്ടിൽ അബ്ദുൾ റൌഫിന്റെ മകൻ 20 വയസ്സുള്ള തഹസിലാണ് മരിച്ചത്. കൊടൈക്കനാലിൽ നിന്നും ബൈക്കുകളിൽ വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു സംഘം. ഗുരുതരമായി പരിക്കേറ്റ തഹസിലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ സിനാൻ, നിയാസ്, മുഹമ്മദ് സ്വാലിഹ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്ന കർണാടക സ്വദേശി ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ. പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് ലോറി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശിഷ്യരോടുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ
പെസഹ വ്യാഴം ആചരിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ടിബിൻ കോരാത്ത് കാർമ്മികത്വം വഹിച്ചു. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കി കാൽ കഴുകൽ ശുശ്രൂഷ രാവിലെ ദേവാലയത്തിൽ നടന്നു. ഫാദർ ടിബിൻ കോരാത്ത് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. യേശുവിനെ കുരിശിലേറ്റിയതിന്റെ സ്മരണ പുതുക്കി നാളെ ദുഃഖവെള്ളി ക്രൈസ്തവർ ആചരിക്കും. ഞായറാഴ്ച ഈസ്റ്ററും ആചരിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാഞ്ഞാൾ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. ദിവ്യബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, കാൽകഴുകൽ, ദിവ്യകാരുണ്യ ആരാധന, പൊതു ആരാധന, അപ്പം മുറിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാരവും ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ഷിൻഡോ മറോഗി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണത്തിനായി നവീകരിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് വകുപ്പ് മന്ത്രി പങ്കെടുക്കരുതെന്ന് ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നവീകരണ പ്രവൃത്തികളിൽ അഴിമതി ആരോപണം ഉയരുകയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ മന്ത്രി മാറി നിൽക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കുഴിച്ചുമൂടി എന്ന് ആരോപിക്കുന്ന ഈ പ്രദേശങ്ങൾ ബയോ പാർക്ക് എന്ന പേരിൽ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നത് അഴിമതി കുഴിച്ചുമൂടാനും അന്വേഷണത്തിൽ അഴിമതി പുറത്തുവരാതിരിക്കാനുമുള്ള ചെപ്പടി വിധിയാണ്. ഈ പരിപാടിയിൽ നിന്നും വകുപ്പ് മന്ത്രി മാറി നിൽക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം മുസ്ലിം ലീഗ് നിരസിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച പരിപാടി നടക്കുന്ന പക്ഷം മുസ്ലിം ലീഗ് അംഗങ്ങളും മാറി നിൽക്കും. നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉയരുകയും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ നടക്കുന്ന പരിപാടികൾ മാറ്റിവെക്കണമെന്നും ഇത് സംബന്ധിച്ച പരിപാടികൾ മാറ്റിവെക്കണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ നിന്നും മാറി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയും ഇത്തരം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് നഗരസഭാ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളെ കുഴിച്ചുമൂടാനുള്ള നഗരസഭയുടെ ബയോ പാർക്ക് പദ്ധതി താൽക്കാലികമായി മാറ്റിവെക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ നുഷി നൈസാം, ആമിന സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 62ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം മെയ് 9, 10, 11 തീയതികളിൽ പാലക്കാട് ധോണി ലീഡ് കോളേജിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ 20 രാവിലെ 10 ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിക്കും. സംസ്കൃത ഭാഷാ പണ്ഡിതനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ വിഷയം അവതരിപ്പിക്കും. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയാകെ നിഷ്പ്രഭമാക്കി പകരം പൗരാണികതയുടെ മുഖംമൂടി അണിഞ്ഞെത്തുന്നവർ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഭരണഘടനയെ പൊളിച്ചെഴുതുന്നതിനും മതാധിഷ്ഠിതമായ ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നതിനും പരിശ്രമിക്കുന്ന കാലത്താണ് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നതെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ കെ ജാനകി ദേവി, കൺവീനർ KK മണികണ്ഠൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MP ഗോവിന്ദരാജ്, ജില്ലാ കമ്മിറ്റി അംഗം P പരമേശ്വരൻ, IM സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാം സംസ്ഥാന വാർഷികമാണ് ഇവിടെ പാലക്കാട് ധോണിയിലുള്ള ലീഡ് കോളേജിൽ വെച്ചിട്ടാണ് 2025 മെയ് 9, 10, 11 തീയതികളിൽ 3 ദിവസമായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പരിഷത്തിൻ്റെ രൂപം കൊണ്ട ചരിത്രത്തിൽ തന്നെ പ്രധാന സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം. കാരണം കോഴിക്കോട് വെച്ച് 1962 സെപ്റ്റംബർ 10-ാം തീയതി പരിഷത്ത് രൂപം കൊള്ളുന്നതിന് മുന്നേ തന്നെ 1957 PT ഭാസ്കര പണിക്കരുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ശാസ്ത്ര സാഹിത്യ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർന്നാണ് പിന്നീട് 62 പരിഷത്ത് രൂപം കൊള്ളുന്നത്. അതിൻ്റെ 62ാം വാർഷികമാണ്. അതിൻ്റെ അനുബന്ധ പരിപാടിയായിട്ട് ഓരോ താലൂക്കിലും പാലക്കാട് ജില്ലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണാർക്കാട് താലൂക്കിൽ സൈലൻറ്റ് വാലി വിഷയമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ നടക്കുന്നുണ്ട്. ആലത്തൂര് ഹിന്ദു ചൂടനെ കുറിച്ചുള്ള സെമിനാർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ PR പിഷാരടി അനുസ്മരണം കൊല്ലംകോട് വെച്ച് നടത്തിയിരുന്നു. ഇനി മെയ് മാസത്തിൽ മെയ് 2-ാം തീയതി പാലക്കാട് വെച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള സെമിനാർ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനുബന്ധ പരിപാടിയായിട്ടാണ് ഒറ്റപ്പാലത്ത് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതറിയാം, ഇന്ത്യൻ ദേശീയ ചരിത്രത്തിൽ ചരിത്രപരമായ കുറേ പ്രാധാന്യമുള്ള സംഭവങ്ങളും വ്യക്തിത്വങ്ങളും ജീവിച്ച ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം എന്നുള്ളത് കൊണ്ടാണ് ഈ സെമിനാർ ഒറ്റപ്പാലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ 9ാമത് സ്വാമി നിർമ്മലാനന്ദ പുരസ്കാര സമർപ്പണം ഏപ്രിൽ 20 നടക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്ര മുൻ പ്രസിഡന്റ് M ലക്ഷ്മി കുമാരിക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സ്ഥാപകനായ സ്വാമി നിർമ്മലാനന്ദജി മഹാരാജിന്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം ശ്രീകൃഷ്ണാശ്രമവും സിംഗപ്പൂർ തുളസി ബുക്സും സംയുക്തമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. രാജാവും ഭൃത്യനും എന്ന വ്യത്യാസമില്ലാത്ത സാമൂഹിക വീക്ഷണമാണ് സ്വാമി വിവേകാനന്ദനും സ്വാമി നിർമ്മലാനന്ദ മഹാരാജും അനുവർത്തിച്ചു വന്നത്. ദൈവം ഓരോ മനുഷ്യൻ്റെയും അകത്താണെന്നും ധർമ്മഭദ്രമായ ജീവിതമാർഗമാണ് ശ്രേഷ്ഠമെന്നും ഇരുവരും ഉദ്ബോധിപ്പിച്ചിരുന്നു. സ്വാമി നിർമ്മലാനന്ദ മഹാരാജിന്റെ ദർശനങ്ങൾ പകർത്തി ജീവിതത്തിൽ സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഠിക്കുകയും അത് അനുവർത്തിക്കുകയും ജീവിതം അതിനായി സമർപ്പിക്കുകയും ചെയ്യുന്ന നോൺ മൊണാസ്റ്റിക് ആൾക്കാർക്ക്, സന്യാസിമാർക്ക് ഇതിൽ കൊടുക്കാൻ പാടില്ല. നോൺ മൊണാസ്റ്റിക് നമ്മളെ മാതിരിയുള്ള ആൾക്കാർ, കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ആദ്യം കൊടുത്തത് ഡോക്ടർ അച്യുതനാണ്, ഈ പാലക്കാട്ടുള്ള ആളാണ്. രണ്ടാമത് കൊടുത്തത് ലണ്ടനിലെ വിവേകാനന്ദ സെന്ററിന്, ഹി വാസ് ദ അഡ്വൈസർ ഓഫ് ഹിന്ദുയിസം ടു QNF ഇംഗ്ലണ്ട്, രണ്ടാമത്തെ ആള്. മൂന്നാമത് കൊടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യം. തുളസി ബുക്സ് പ്രസാധകൻ പ്രകാശ് കാമനാട്ട്, ആശ്രമം നിയുക്ത പ്രസിഡന്റ് സ്വാമി ഗീതാ സാരാനന്ദ, ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ സ്വരൂപാനന്ദ, ഭക്തരായ AK ശങ്കരനാരായണൻ, പാലത്തോൾ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ DYSPയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണ. കൊലവിളി പ്രസംഗത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. വിവാദത്തിനിടയാക്കിയ ഹെഡ് KARന്റെ പേരുമായി മുന്നോട്ടു പോകാൻ നഗരസഭ. പാലക്കാട് MLAയുടെ കാലുവെട്ടണമെന്ന പരാമർശം BJP നടത്തിയിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഇത്തരമൊരു പരാമർശം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ഹാജരാക്കാൻ കഴിയുമോ എന്നും വെല്ലുവിളി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് MLA ശ്രമിക്കുന്നതെന്നും MLA പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും പ്രശാന്ത് ശിവൻ.
ചെർപ്പളശ്ശേരി മുണ്ടൂർ സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ പിക്കപ്പ് വാൻ ചായക്കടയിൽ ഇടിച്ചു കയറിയ അപകടത്തിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കുപറ്റി. മലപ്പുറം തിരൂർ സ്വദേശി തക്സിലാണ് മരിച്ചത്. സംഭവം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ. ശിഷ്യരോടുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.